അപ്പോൾ നമ്മുടെ അടുത്തൊരു പോളിസിൻ്റെ വർക്ക് കൂടെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് വന്ന കസ്റ്റമറാണ്, ഹരിസാറുടെ വണ്ടിയാണ്. KL10 AF 4538. വരുമ്പോൾ തന്നെ ഗ്രീൻ കളറായിരുന്നു. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് നേരെ കൊണ്ടുവന്നത് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ്. അവരുടെ അച്ഛനും അതുപോലെ തന്നെ ഡ്രൈവറും ആയിട്ടാണ് വന്നത് തന്നെ. സാർ ഇവിടെ ഇല്ലായിരുന്നു, സാറ് ഗൾഫിലായിരുന്നു. ആ ഗൾഫിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയും നമ്മുടെ വീഡിയോയും കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് ഇതുപോലൊരു പോളിസി വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വണ്ടിയാണ്. ഏകദേശം ഇരുട്ടായി, കംപ്ലീറ്റ് നമുക്ക് വർക്ക് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയായി. എങ്കിലും നമ്മൾ വണ്ടിയുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും വർക്ക് ഇതിനകത്ത് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണം എന്നുള്ളൊരു അതുകൊണ്ടാണ്. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നത്. ചില ക്ലാരിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. നല്ല മഴയുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹരിസാറുണ്ട്, ഹരിസാറുടെ ഫാമിലി ഉണ്ട്, ഹരിസാറുടെ ഫാദറുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലവിടെ കുറച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം ഏകദേശം നമ്മുടെ പാത്തൂടെ കണ്ടീഷനും അതുപോലെ തന്നെ ഫ്രണ്ടേജ് നമ്മുടെ വൈഗ വണ്ടിയുടെ ആ ഒരു ലെവലിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഒരു ഷോർട്ട് പീരീഡിൽ ചെയ്ത വണ്ടിയാണ്. എങ്കിൽ നമ്മൾ പക്ക നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപോണ്ടിൻ്റെ പെയിൻ്റാണ് ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. ആൻറ്റി സ്ക്രാച്ച് ക്ലിയറും ഇതിനകത്ത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈലൈറ്റ് മാറിയിട്ടുണ്ട്. ഒറിജിനൽ എല്ലാ ലൈറ്റുകളും നമ്മൾ OEM ഇട്ടിരിക്കുന്നത്. മാക്സിമം എല്ലാ പാർട്സും നമ്മൾ ഒറിജിനൽ തന്നെ ഇടാൻ നോക്കിയിട്ടുണ്ട് ഇതിനകത്ത്. ബാക്കിൽ ടൈലൈറ്റ്, റിഫ്ലാക്ടർ, അതുപോലെ തന്നെ ഡിക്കിയുടെ ക്രോമ്, ഇവിടെ നോക്കണേ റിഫ്ലാക്ടർ, ടൈലൈറ്റ് എല്ലാം നമ്മൾ ഒറിജിനൽ തന്നെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഡിക്കി ക്രോമും അതുപോലെ ബോണറ്റ് ക്രോമും നമുക്ക് സുലഭമായിട്ട് കിട്ടാനുണ്ട്. ബാക്കിയുള്ള കുറച്ച് പാർട്സുകളാണ് നമുക്ക് കിട്ടാൻ ഇത്തിരി പ്രയാസമായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എംബ്ലം കിറ്റ് കാര്യങ്ങളെല്ലാം മാറ്റി ബാക്കിൽ നമ്മൾ വൈപ്പർ, സ്പാർക്കിൻ്റെ വൈപ്പറും ഷെവർലൈറ്റ് ബീറ്റിൻ്റെ റിയർ വൈപ്പറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റിയർ വൈപ്പർ വെക്കുമ്പോൾ നമുക്ക് യൂസൊന്നുമില്ല, ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപ്പിൻ്റെ അടിയിലൊരു സ്കേർട്ട് പോലെ വീണ്ടും ഒരു സ്കേർട്ട് കൊടുത്ത് അതിലൊരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കും ലിപ്പ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ സൈലൻസർ 2 സൈഡും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന എല്ലാ ഏകദേശം വണ്ടികൾക്കും നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് ബാക്ക് പോർഷൻ കൊണ്ടുവരുന്നത്. പക്ഷേ കാണാനും വൃത്തിയുണ്ട്, ഒരു പ്രീമിയം ലുക്കും ഇതിനകത്ത് കാണുന്നുണ്ട്. എപ്പോഴും നമ്മുടെ പോളിസി ഇത്തിരി ഹൈറ്റായിട്ടാണ് നിൽക്കുക. അപ്പോൾ നമ്മളൊന്ന് ഇറക്കി അതിൻ്റെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ഒരു ക്യൂട്ടായിരിക്കും. വണ്ടിയിൽ റോഡിലൊക്കെ പോകുമ്പോൾ പതിഞ്ഞ് പോകുന്നത് പോലെ നല്ലവണ്ണം നമുക്കതിനകത്ത് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിമും നമ്മളിതിനകത്ത് ക്രോമായിട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ആയിരുന്നു വെച്ചത്. അപ്പോൾ കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് നമുക്ക് ക്രോമാക്കണമെന്ന് പറഞ്ഞ് ക്രോമാക്കി കൊടുത്തിട്ടുണ്ട്. മാക്സിമം കസ്റ്റമർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. ചില കാര്യങ്ങൾ നമുക്ക് വെക്കാൻ പറ്റില്ല. ബാക്ക് സെൻസർ സാർ വെക്കാൻ പറഞ്ഞു, പക്ഷേ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ ആംബിയൻസ് ലൈറ്റ് വെക്കാൻ പറഞ്ഞു, അതിന് നമുക്ക് സമയ പരിമിതി കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മഡ് ഫ്ലാപ്പ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ക്രോം ടൈപ്പ് വരുന്ന ഒരു ഫ്ലാപ്പാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹോൾഡർ ഇതിനകത്ത് സെറ്റ് ചെയ്ത്, ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹോൾഡറാണ്, അല്ലാതെ ഇറങ്ങിപ്പോകാനോ വേറെ ഒന്നിനുമല്ല. ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറും ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീൽ ആർച്ച് ബീഡിങ് നമ്മൾ ഇന്നോവയുടെ സ്കേറ്റ് ബീഡിംഗ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പോളിസിൻ്റെ ബീഡിങ് കിട്ടാത്തതുകൊണ്ട് ഇന്നോവയുടെ സ്കേറ്റ് ബീഡിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഔട്ടർ ഹാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അലോയ് വീല് കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്താണ്, കസ്റ്റമർ തന്നെ എടുത്ത് തന്നാണ്. എടുത്ത് ആ ടയറെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തന്നാണ്. ഉള്ളിൽ നമ്മൾ അതിനൊരു കോപ്പറും ഒരു എന്താ പറയുക ചെങ്കലിൻ്റെ ഒക്കെ ഒരു കളർ വരുന്ന പോലൊരു കളർ ടൂണിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ബാക്ക് റോലി ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ നമ്മൾ വാം ലൈറ്റ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സെയിം ഒരു പാത്തുവിൻ്റെ ആ ഒരു വണ്ടിയിലെ ഇൻറ്റീരിയർ പോലെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സെയിം ആ ഒരു കളർ, പക്ഷേ കളർ ടൂണ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പേൾ വൈറ്റ് അല്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മിൽക്ക് വൈറ്റ് പോലുള്ളൊരു കളർ തീമാണ് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മിൽക്ക് വൈറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള പോർഷനൊക്കെ ബ്ലാക്കിലേക്കും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മിൽക്ക് വൈറ്റ് ആകുമ്പോൾ കാണാനും നല്ല രസമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ വാം ലൈറ്റും ആകുമ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു ലുക്ക്, നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. ഒരു പക്ക ഒരു മൈൻഡ് ഇതിനകത്ത് കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ഡാർക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ എന്തിനും ഒരു തടസ്സം നമുക്കൊരു
മനസ്സിനൊരു ഇതുണ്ടാവില്ല. ഇങ്ങനെ വൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു പ്രസൻറ്റ് മൈൻഡ് എപ്പോഴും നമുക്ക് ഇതിനകത്ത് കിട്ടും. റൂഫ് ടോപ്പും അതേ ഒരു കളർ ടോണിലേക്ക് തന്നെ, മിൽക്ക് വൈറ്റിലേക്ക് തന്നെ മാക്സിമം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫുള്ള് കളർ തീം നമുക്ക് ഒരു വൈറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൂടെ തന്നെ നമ്മൾ വാം ലൈറ്റും കൂടെ കൊടുക്കുമ്പോൾ ആ ഒരു കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. അതുപോലെ താഴത്തേക്ക് നമ്മൾ മാറ്റ് ഈ ഒരു ടൈപ്പിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 മാറ്റ് പോലുള്ളൊരു മാറ്റാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാത്രത്തിലുള്ള പോലെ തന്നെ ആ ഒരു സെയിം മാറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റിലേക്ക് കുട്ടികളും ഒക്കെ പെട്ടെന്ന് കയറുമ്പോൾ കൂടുതലും ചളിയാവാനും കാര്യത്തിനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു മാറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഡോറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡ് നമ്മൾ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് ഹാൻഡിലും അതുപോലെ ആ പിടിക്കുന്നതെല്ലാം നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നമ്മളൊരു JBL സ്പീക്കറാണ് ഇതിനകത്ത് അടിക്കുന്നത്. ഫുൾ സിസ്റ്റം JBLൻ്റെയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ JBL. അതുപോലെ തന്നെ ബാക്കിലേക്ക് 500 വാട്ട്സിൻ്റെ JBL സിസ്റ്റമാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓവൽ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് ഓവൽ സ്പീക്കർ JBLൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് 2 സൈഡായിട്ട്. അത് തന്നെ ഒരു സബിൻ്റെ എഫക്റ്റ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ 1300 വാട്ട്സിൻ്റെ ഒരു JBLൻ്റെ ട്യൂബ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു പവർഫുള്ളായിട്ടുള്ളൊരു സ്റ്റീരിയോ സിസ്റ്റം തന്നെ നമുക്ക് കിട്ടും. സോങ് കേൾക്കാനും എല്ലാത്തിനും ഒരു പക്ക നീറ്റായിരിക്കും. എപ്പോഴും ചെയ്യുമ്പോൾ ബ്രാൻഡായിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ ക്വാളിറ്റി കിട്ടും. അപ്പോൾ ഇതിപ്പോൾ റേറ്റ് കുറവായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾടെക് അങ്ങനെയുള്ള വേറെ പല ബ്രാൻഡിലുള്ള സബും ആമ്പും ഒക്കെ കിട്ടാനുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടില്ല. സോങ്ങിൽ ക്വാളിറ്റിയും കിട്ടില്ല, അതുപോലെ തന്നെ ഫീലിംഗ് കിട്ടില്ല. നമുക്ക് വെറുതെ ചുമ്മാ പാട്ട് കേട്ട് പോകുന്നൊരു ഫീലിംഗ് ആയിരിക്കും. ഇതാകുമ്പോൾ ട്രബിള്, അതുപോലെ ബാസ്, ബീറ്റ്, പഞ്ചൊക്കെ കറക്റ്റായിട്ടുള്ള ലെവലിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാനും എല്ലാത്തിനും സുഖം. നമ്മളെപ്പോഴും എക്സ്റ്റീരിയർ മാത്രം നോക്കിയിട്ട് വണ്ടി പണിയാതിരിക്കുക. ഇൻറ്റീരിയലാണ് മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടത്. നമുക്ക് പുറമേ എന്ത് ചെയ്താലും ആൾക്കാർ കാണും, പക്ഷേ ഉള്ളിൽ ചെയ്താൽ കാണില്ല. പക്ഷേ ഉള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാൻ സുഖമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാനൊരു കൺസെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ശരി, പാത്തൂലാണെങ്കിൽ ശരി, ഇൻറ്റീരിയൽ മസ്റ്റായിട്ട് ക്ലിയർ ആക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയലിലാണ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സുഖം കിട്ടുക. പുറമേ പിന്നെ എന്ത് മോടി പിടിച്ചാലും അത് പുറമേ ആളുകൾ കാണുന്നതാണ്, അത് നമ്മൾ ആസ്വദിക്കുന്നതല്ല. നാട്ടുകാരും അതുപോലെ തന്നെ പുറമുള്ള ആളുകൾ ആസ്വദിക്കുന്നതാണ്. അതിനേക്കാളും നല്ലത് ഇൻറ്റീരിയൽ എത്രത്തോളം പവർഫുള്ളായിട്ടും അത്രത്തോളം ക്വാളിറ്റിയും എത്രത്തോളം നീറ്റ്നെസ്സും കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം നീറ്റ്നെസ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു സുഖം ഇതിനകത്ത് കിട്ടും. അതേപോലെ തന്നെ ഫ്രണ്ട് റോയിലേക്ക് നമ്മൾ ഇതിൽ സെനോക്സിൻ്റെ തന്നെ ഒരു സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും അതേ ബാക്കിൽ കൊടുത്ത 6 ഇഞ്ചിൻ്റെ സ്പീക്കറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീല് കസ്റ്റമർ തന്നെ സപ്ലൈ ചെയ്താണ് കൊണ്ടുവന്നാണ്. അത് അത്യാവശ്യം നല്ല നീറ്റായിട്ട് നമ്മളിതുവരെ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഇത് സ്റ്റിയറിങ് ആ ഒരു രീതിക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും സ്പൈറൽ കേബിളെല്ലാം നമ്മളിവിടെ നിന്ന് സെറ്റാക്കി. ഏത് തന്നെ ടൊയോട്ടയുടെ സ്റ്റിയറിംഗ് വീല് കൊണ്ടുവന്നാലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വയറിങ്ങിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട്, എർത്തിൻ്റെയും അങ്ങനെയുള്ള ഒരു കുറച്ച്. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റിയറിംഗ് വീലും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് കസ്റ്റമർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റ് നമ്മുടെ സെയിം വണ്ടിയുടെ പാത്തുവിൻ്റെ അതേ സെയിം കണ്ടീഷനിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നീറ്റായിട്ട് ബട്ടർഫ്ലൈ, ഒരുപാട് ബൾജല്ല, ഒരു നീറ്റായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ സീറ്റ്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സ്ലിം ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ സീറ്റ്. ചില കസ്റ്റമർക്ക് ഇത്തിരി ഹെവി ആയിട്ടുള്ളത് വേണമെന്ന് പറയും, പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഇഷ്ടം, സ്ലിമ്മായിട്ട്. നമ്മുടെ വണ്ടിക്ക് ഞാൻ ഇത് തന്നെയാണ് ചെയ്തേക്കുന്നത്. സ്ലിമ്മായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ സീറ്റാണ് ചെയ്തിരിക്കുന്നത്. അതേ ഒരു ടൈപ്പിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സെൻട്രൽ കൺസോളും അതുപോലെ തന്നെ നമ്മുടെ മീറ്ററിൻ്റെ ബോക്സും നമ്മൾ ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് മാച്ചിങ്ങിൽ ഇതിനകത്ത് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീൽ ആയിക്കോട്ടെ, അതിൻ്റെ കവർ ആയിക്കോട്ടെ, സെൻട്രൽ കൺസോൾ ആയിക്കോട്ടെ, എല്ലാം കറക്റ്റ് ഒരു മാച്ചിങ്ങിൽ കിട്ടുന്നുണ്ട്. അതും കസ്റ്റമർ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്താണ് ഈ ഒരു തീമിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു തീം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ FS ആണെങ്കിലും GS ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കളർ ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹൈഡ്രോ ഡിപ്പിംഗ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 3-4 ദിവസത്തെ സമയം കൊറിയർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും. നേരെ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ക നീറ്റാണ് കേട്ടോ. നമ്മുടെ ഒറിജിനലിൽ വെല്ലുന്ന ഒരു ലെവലിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വുഡൻ ഫിനിഷും അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിൻ്റെ വുഡൻ ഫിനിഷും എല്ലാം കൂടെ വരുമ്പോൾ കളർ തീം വരുമ്പോൾ പക്ക നീറ്റാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കളർ ടൂണിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക തരം ഭംഗി തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. എല്ലാം ഒരു മിൽക്ക് വൈറ്റിലാണ് കളർത്തിമുള്ളത്. വെച്ചാൽ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് പക്കയായിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തം ബോറാവും. മൊത്തം ക്ലീൻ ചെയ്ത് നീറ്റാക്കിയിട്ട്
വേണം വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ ടോപ്പ് ലൈറ്റ് എല്ലാം വാമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. വാം ലൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക രസമാണ്. ഈ നൈറ്റൊക്കെ ഇറങ്ങിയിട്ടില്ലേ, ഈ നൈറ്റ് സമയത്ത് ഡോറൊക്കെ തുറന്ന് നിൽക്കുമ്പോൾ ഉള്ളിൽ ഫുള്ളൊരു ഗോൾഡിഷ് കളർ നമുക്ക് നല്ലവണ്ണം ഇതിനകത്ത് ഫീൽ ചെയ്യും. നമ്മുടെ പാർക്കും കൂടെ ഓണാക്കുമ്പോൾ സ്റ്റിയറിംഗിൽ വരുന്ന ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടി കാണുമ്പോൾ തന്നെ ആ സ്റ്റിയറിംഗ് വീലിന് പ്രത്യേക ഒരു ക്യൂട്ട്നെസ്, പ്രത്യേക ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മറ്റേ മീറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 360 നമ്മൾ അലൈൻ ചെയ്തിട്ടില്ല, കാലിബ്രേഷൻ ചെയ്തിട്ടില്ല. കാലിബ്രേഷൻ ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുള്ളൂ. അതുപോലെ നമ്മൾ RDD ആണ് മറ്റേ ക്യാമറ 360 ക്യാമറ സെറ്റ് ചെയ്യുന്നത്. പക്ക ക്ലാരിറ്റിയാണ് കാണാനായിട്ട്. അതുകൊണ്ട് അലൈൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പക്ക നീറ്റാവും. അതുപോലെ തന്നെ പിന്നെ ഇൻറ്റീരിയറിൽ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ഹെഡർ വെച്ചിരിക്കുന്നത് ബ്ലോക്ക് പങ്കിൻ്റെ ഹെഡറാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൗണ്ട് ക്വാളിറ്റി ഒന്നും പറയാനില്ല, പക്കയായിരിക്കും കേൾക്കാനായിട്ട്. അതുപോലെ ബാസും ബീറ്റും ബോളിങ്ങും എല്ലാം നീറ്റായിരിക്കും ബ്ലോക്ക് പങ്കിൻ്റെ ഹെഡർ. ഇതിനേക്കാളും ഹെവിയാണ് നമുക്ക് പൈനിയർ സോണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനേക്കാളും ഹെവി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ബ്ലോക്ക് പങ്കും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൈലക്സിൻ്റെ മിറർ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതും കസ്റ്റമർ നമുക്ക് ഡയറക്റ്റ് സപ്ലൈ ചെയ്താണ്, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കാലിപ്പർ നമ്മൾ ബാക്കിൽ കൊടുത്ത അതേ ഒരു കളർ ടോൺ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സൈഡിൽ ചെയ്തിരിക്കുന്നത് സ്റ്റീലാണ്. സ്റ്റീലിൻ്റെ താഴേക്ക് വീണ്ടും ഒരു സ്റ്റീലിൻ്റെ ഒരു ഇതും കൂടെ സ്കേർട്ട് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതും കറക്റ്റാണ്, അടിമുട്ട് കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കൊടുക്കുമ്പോൾ കറക്റ്റ് ഈവൺ ആയിരിക്കും. നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ ബാക്ക് തൊട്ട് ഈ അറ്റം വരെ ഫ്രണ്ട് വരെ എല്ലാം നമുക്ക് ഈവൺ ആയിട്ട് തന്നെ കിട്ടും. കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ DRL കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ബ്ലോക്ക് പങ്കിൻ്റെ തന്നെയാണ്. ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്, ഫോഗ് ലാമ്പിൻ്റെ ബൾബ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് പങ്കിൻ്റെ തന്നെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 360 ക്യാമറ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലെ മിററിൻ്റെ താഴെ, അതുപോലെ ആ സൈഡും. അതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രില്ലിൻ്റെ ആ ഒരു എംബ്ലത്തിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ എക്സ്ട്രാ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. താഴെ സ്കേർട്ട് ലിപ്പിന് പകരം ഒരു സൈഡ് ഒരു ചെറിയൊരു ലിപ്പായിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ലൈറ്റ് വരുന്നത് ഫോർഡ് ഫിഗോയുടെ ഫെൻഡർ ഇൻഡിക്കേറ്ററാണ് ഈ വരുന്നത്. കുറച്ച് ലെങ്തി ആയിരിക്കും, നീളമായിരിക്കും. അത് കത്തുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരിക്കും. ആ ഒരു തീമിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റീലിൻ്റെ സ്ട്രിപ്പ് നമ്മൾ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ഫ്രണ്ടേജ് കാണാൻ തന്നെ ഒരു ഇരുന്ന ഒരു ലുക്കിലാണുള്ളത്. പിന്നെ അതുപോലെ ഹൈറ്റ് നമ്മൾ ഇതിനകത്ത് നല്ലോണം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുപോലെ വരുന്നത് പോലെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ടൊയോട്ടയുടെ എംബ്ലം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല്, ഫ്രണ്ടേജ് എല്ലാം നമ്മൾ ഇതിനകത്ത് പുതിയതായിട്ടിരിക്കുന്നത്. അതും OE പാർട്സ് ഇട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് ഗ്രില്ല്, ഹെഡ്ലൈറ്റ് ലുമാക്സ്, ബാക്കിയെല്ലാം OE പാർട്സ് തന്നെ ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത് ഹരിയേട്ടനും, അത് പപ്പയാണ് നിൽക്കുന്നത്. നമുക്ക് മിറർ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കാം. എല്ലാവരും രാത്രിയായി, അവർ എത്തുമ്പോൾ ഏകദേശം ഒരു 3 മണിക്ക് വന്നിട്ട് നമ്മുടെ മാക്സിമം എല്ലാ വണ്ടിയും ഇതുപോലെ ലൈറ്റായിട്ട് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോളേഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ചെയ്താലും നമുക്കത് ചെയ്തുകൊണ്ടേയിരിക്കും ഓരോരോ കാര്യങ്ങൾ. ഇപ്പോൾ ഡെലിവറിക്കുള്ള വണ്ടി ഒരു 10 ദിവസം നമ്മുടെ കയ്യിൽ തന്നാൽ 10 ദിവസം നമ്മൾ പണിതുകൊണ്ടിരിക്കും. അങ്ങനെ എപ്പോഴും ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരണം. വന്നതിന് ശേഷം നമുക്കത് ഒന്നുകൂടെ റീചെക്ക് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലും ഫോൾട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പക്ക ക്ലിയറാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഹരിസാറ് ഗൾഫിലായിരുന്നു. ഗൾഫിൽ ഇരുന്നിട്ട് തന്നെ വണ്ടി എടുത്തിട്ട് ഹരിസാറിൻ്റെ പപ്പയും ഒരു ഡ്രൈവറും കൂടിയിട്ടാണ് വണ്ടി കൊണ്ടുവന്ന് തന്നത് തന്നെ. വരുമ്പോൾ നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ല. ഫോണിലൂടെ മാത്രം കണ്ട് നമ്മുടെ വീഡിയോ കണ്ട് വണ്ടി അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹം കൊണ്ട് പോളിസ് എടുത്ത് പണിതാണ് സാറ്. അപ്പോൾ കൊണ്ടുവന്ന് നേരെ തിരുവനന്തപുരത്ത് നിന്നാണ് വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്ത് നേരെ വന്നത് വർക്ക്ഷോപ്പിൽ വന്ന് ഇട്ടിട്ട് ബാക്കിയെല്ലാം ഫോണിലൂടെ മാത്രം. ഞാൻ സാറിനെ കണ്ടിട്ടില്ല, സാർ എന്നെയും കണ്ടിട്ടില്ല. യൂട്യൂബിലൂടെ മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ കോൺവെർസേഷനും സാറ് ഫോണിലൂടെയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും സാർക്ക് കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മളിവിടെ വർക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ തിരക്ക് എന്താണ്, കാര്യങ്ങൾ എന്താണെന്ന്. സാറേ വർക്ക് എങ്ങനെയുണ്ട്? വർക്ക് ഞാൻ
100% സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെ വർക്കിൽ. എൻ്റെ എന്താ പറയുക, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന വണ്ടി കണ്ടിട്ട് നമുക്ക് ഉണ്ടായ ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ നമ്മൾ ചെയ്തതാണ്. ഒരിക്കലും എൻ്റെ ഒരു മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു വണ്ടി എടുക്കുന്ന ഒന്നും. പക്ഷേ ഈ പാത്തുവിനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് അതേപോലെ ഒരു വണ്ടി വേണമെന്ന് സ്വന്തമാക്കണം എന്ന് വിചാരിച്ച് എടുത്തൊരു വണ്ടിയാണ്. എന്തായാലും ഞാൻ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വർക്കിലെല്ലാം ഓക്കെ തന്നെയാണ്. ചെറിയ ചെറിയ ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മാസമായിട്ട് നമ്മൾ സാറിനോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അത് ക്ലിയർ ആയി കൊടുക്കണം. പക്ഷേ എന്താ വെച്ചാൽ റീസ്റ്റോറേഷൻ വർക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ ക്ലിയർ ആക്കി തരാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞ മാതിരി തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറിജിനൽ ഇടേണ്ട സാധനങ്ങളെല്ലാം OE പാർട്സ് തന്നെയാണ് ഇട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സാർ. അതുപോലെ തന്നെ നമ്മൾ മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും ശരി, ഇനിയിപ്പോൾ വണ്ടിയിൽ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ എല്ലാം നമ്മൾ ബ്രാൻഡഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സാർക്ക് ഓക്കെ അല്ലേ വർക്കിൽ? തീർച്ചയായും 100% ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.